ഒത്തിരി ദിവസമായില്ലേ നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ട്. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ചധികം തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞായറാഴ്ച ആയതുകൊണ്ട് എന്തെങ്കിലും നല്ല മീൻ കിട്ടുമെങ്കിൽ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ മീൻ വാങ്ങിക്കുന്നേക്കാൾ ഉപരി എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് മീനുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന കാണാൻ തന്നെ എന്തൊരു രസമല്ലേ. അത് എല്ലാവർക്കും ഒന്നും രസം ഉണ്ടാവില്ല, മീനിനെ ഇഷ്ടമുള്ളവർക്ക് മാത്രമായിരിക്കും കേട്ടോ ഈ ഒരു ഇഷ്ടം തോന്നുന്നത്. ഈ മീനിന് ഞങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്നാണേ പറയുന്നത്. കൂട്ടുകാരുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഐക്കൂറയുടെ അടുത്തേക്കൊന്നും അടുക്കാൻ കഴിയത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ഉണ്ടായിരുന്നേ. ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മീൻ കരിപ്പെട്ടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഈ മീന്. ഏകദേശം നമ്മുടെ കരിമീനിൻ്റെ ചേട്ടനും അനിയനും അങ്ങനെയൊക്കെ ആയിട്ട് വരും. കരിമീന് നല്ല വിലയാണല്ലോ, പക്ഷേ നമ്മുടെ കരിപ്പെട്ടിക്ക് അത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ കരിപ്പെട്ടി വാങ്ങി പരീക്ഷിച്ച് കളയാമെന്ന് ഞാനും വിചാരിച്ചേ. എനിക്കിങ്ങനെ മുഴുവൻ മീനൊക്കെ വാങ്ങി തന്നെ വീട്ടിൽ കൊണ്ടുപോയി മുറിച്ച് ഒക്കെ റെഡിയാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് അവിടെ അതിനുള്ള സൗകര്യമൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ മീനൊക്കെ മുറിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. മീൻ ബില്ല് ചെയ്ത് തരുന്ന ആൾ നമ്മുടെ ഫോളോവറാണ് കേട്ടോ. മീറ്റ് ആൻഡ് ഫിഷിലെ എല്ലാ ആൾക്കാരും നമ്മുടെ ഫോളോവറാണേ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാണുകയും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. അങ്ങനെ മീനൊക്കെ മുറിച്ച് മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എന്തൊരു ചൂടാന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അച്ചൂടനും ലച്ചുവും ചോദിച്ചു ഞങ്ങൾക്ക് ഒരു ഐസ് വാങ്ങിച്ചു തരുമെന്ന്. ഈ ചൂടുകാലത്തല്ലേ നമുക്ക് അവർക്ക് ഐസ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ, മഴക്കാലത്ത് പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നേ നമ്മുടെ ഈ കോലൈസ് ഒക്കെ കിട്ടുന്ന കട. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഐസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഐസ് ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് പണ്ടത്തെ പാലൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനത്തെ ഐസ് നമുക്കിപ്പോൾ കിട്ടാനില്ലല്ലോ. ഇവന് എന്താണോ ഫ്ലേവർ വാങ്ങിച്ച മാംഗോ ആണെന്ന് തോന്നുന്നു. ലച്ചു എന്തോ വേറെ എന്തോ പറയുന്നുണ്ടായിരുന്നേ, ചിക്കു ഫ്ലേവറോ എന്തോ പറയുന്നുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് ഭയങ്കര മധുരമാണ് കേട്ടോ. എനിക്കിങ്ങനെ അതിമധുരമുള്ള ഐസ് ഇഷ്ടമല്ല. നമുക്ക് വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് മധുരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ അവർ ഐസ്ക്രീമൊക്കെ തിന്ന് നമ്മളിപ്പോൾ അതൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ മീൻ മുറിക്കൊന്നും വേണ്ടാത്തതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. നല്ല മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൈയിങ് പാനിലേക്ക് നല്ല തനി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഉരിയണമായിരുന്നു കേട്ടോ കരിപ്പെട്ടിക്ക്. അപ്പോൾ തൊലിയൊക്കെ ഉരിഞ്ഞ് മുറിച്ച് വന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നല്ല മസാല കുരുമുളകൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ല സോഫ്റ്റ് മീറ്റ് ആയിരുന്നു കേട്ടോ. ഇത് അടുപ്പത്ത് ഇടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരുന്നേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഒരു 11-12 മണിക്കൊക്കെ അടുക്കളയിൽ കുക്ക് ചെയ്ത അമ്മമാർക്ക് അറിയാം നമുക്കവിടെ നിന്ന് തിരിയാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടായിരിക്കുമേ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നല്ല കുഞ്ഞു മത്തി ഉണ്ടായിരുന്നു. ഞാൻ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പീര വെച്ചു. പിന്നെ നമ്മുടെ കരിപ്പെട്ടി തല അവർ വേറെ തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല മാങ്ങയിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നു മക്കളെ ഞാൻ വേർത്ത് കുളിച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.